കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കും. പ്രതികൾ കർണാടകയിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അഭിന പി ചിറക്കിലുണ്ട് വിവരങ്ങളുമായി. അഭിന, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അനൂസ് റോഷനെ നമുക്ക് കിട്ടിയത്. യുവാവിനെ കണ്ടെത്താനൊക്കെ സാധിച്ചത് എന്തായാലും സാമ്പത്തിക തർക്കമാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം എന്തായാലും കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? തീർച്ചയായും കാളിദാസ്, കഴിഞ്ഞ ദിവസവും ഈ 3 പേരാണ് ഈ ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷേ ഈ 3 പേരും കേസിൽ നേരിട്ട് ബന്ധമില്ലാത്തവരാണ് എന്നുള്ളത് താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നേരിട്ട് പങ്കുള്ള, അതായത് ഇതിൽ പ്രധാന കണ്ണികളെയാണ് ഇനി പിടികൂടാനുള്ളത്. ഈ പ്രധാന കണ്ണികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കർണാടക കേന്ദ്രീകരിച്ച തമിഴ്നാട് അതുപോലെ തന്നെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഈ 3 ഇടങ്ങളിലായി നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ കൊടുവള്ളി പോലീസ് ഈ പറയുന്ന ഇടങ്ങളിലായിട്ടാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലാണ് ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ നിൽക്കുന്നത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അനൂസ് റോഷനെ മലപ്പുറത്തേക്ക് എത്തിച്ചത് മൈസൂരിൽ നിന്നുമാണ് എന്നുള്ളത് അനൂസ് റോഷൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ കൊടുവള്ളി പോലീസിന് നേരത്തെ തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന കണ്ണികൾ കർണാടക കേന്ദ്രീകരിച്ചാണ് ഉള്ളത് എന്നുള്ളൊരു വിവരം പോലീസിന് നേരത്തെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കർണാടകയിലെ ബാംഗ്ലൂരിലും മൈസൂരിലും അതുപോലെ തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുമാണ് കൊടുവള്ളി പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തി വരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ പ്രതികളെ പിടിക്കും എന്ന് ഉറപ്പായതിനെ തുടർന്നാണ് ഈ പ്രതികൾ മറ്റൊരു നീക്കം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. മൈസൂരിൽ നിന്നും ഒരു ടാക്സി കാറിൽ അനൂസ് റോഷനെ മലപ്പുറത്തേക്ക് കയറ്റിവിടുകയായിരുന്നു. ഇതിലൊരു പ്രധാന പ്രതി എന്ന് പറയുന്ന വ്യക്തി മലപ്പുറം സ്വദേശിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഡിവൈഎസ്പി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളത് ഈ മലപ്പുറം സ്വദേശിയിൽ നിന്നാണ്. ഇയാളെയാണ് ഈ കേസിൽ പ്രധാനമായും പിടികൂടാനുള്ളത്. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ കേസിന്റെ കാര്യത്തിൽ പ്രധാനമായ ഒരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ അനൂസ് റോഷന്റെ മൊഴിയെടുപ്പും അതോടൊപ്പം തന്നെ വീട്ടുകാരുടെ മൊഴിയെടുപ്പും കഴിഞ്ഞ ദിവസം തന്നെ ഈ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഈ അനൂസ് റോഷനെ സാമ്പത്തിക ഇടപാട് മൂലം തട്ടിക്കൊണ്ടുപോയി ഈ പണം ചോദിക്കുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അജ്മലിനെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു എന്നുള്ളതും കുടുംബം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അജ്മൽ വാട്സപ്പ് വഴി മാത്രമേ തങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി പോലീസിന് അജ്മലിനെ വിളിച്ചിരുത്തി കൂടുതൽ മൊഴിയെടുക്കേണ്ടതുണ്ട്. അജ്മലിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആശ്വാസകരമെന്ന് പറയാൻ അനൂസ് റോഷന് കാര്യമായിട്ടുള്ള പരിക്കുകളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അനൂസ് റോഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രതികളെ പിടികൂടുക, അതോടൊപ്പം തന്നെ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഈ പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഒരു കേസിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിനെ സംബന്ധിച്ച് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കൊടുവള്ളി പോലീസ് പ്രധാനമായും കർണാടക കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം തുടരുക. കാളിദാസ്, ശരി. അഭിന പി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.